ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്ടറേഷൻ ചെയ്ത് നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. തോന്നൂർക്കര അയ്യമൂർ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം മാർച്ച് 5-ാം തീയതി ബുധനാഴ്ച അതിവിപുലമായി ആഘോഷിക്കും. പൂരാഘോഷത്തിന്റെ ഭാഗമായി നിരവധി ചടങ്ങുകളും കലാപരിപാടികളും അരങ്ങേറുമെന്ന് തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി ദേശം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭാരവാഹികളായ പ്രസിഡന്റ് PS പ്രകാശ്, സെക്രട്ടറി OS സജി, ജോയിന്റ് സെക്രട്ടറിമാരായ AK ഷാജു, UR ഗോകുൽ, വൈസ് പ്രസിഡന്റ് VP ആനന്ദകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തോന്നൂർക്കര ശ്രീ അയ്യമൂർ കാർത്യായനി ഭഗവതി ക്ഷേത്രം, അവിടുത്തെ കാർത്തിക വിളക്ക് ഈ 2025 മാർച്ച് മാസം 5-ാം തീയതി ആണ് നടത്തുന്നത്. മുൻകാലങ്ങളിലേക്കാൾ വ്യത്യസ്തമായിട്ട് കുറച്ച് ദിവസം കൂടി കൂട്ടിയിട്ട് പരിപാടികൾ നടത്തുകയാണ്. അപ്പോൾ ഇന്ന് 1-ാം തീയതി ഞങ്ങളുടെ നാട്ടിലെ കലാകാരികളെയും കലാകാരന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പരിപാടിയാണ് വർണ്ണനിലാവ് 2025 എന്നാണ് ഞങ്ങളതിന് പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. ആ പരിപാടി ഇന്ന് 7 മണിക്ക് അമ്പലപ്പറമ്പിൽ വെച്ചിട്ട് നടത്തും. അതിൽ നാട്ടിൽ തന്നെ കലാകാരന്മാരുടെ പരിപാടികളാണ്. അവർക്കും കൂടി ഒരു പ്രോത്സാഹനം, അവരെയും കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി അവർ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും നമ്മളൊരു സ്റ്റേജിൽ അവർക്ക് അവസരം കൊടുക്കുകയാണ്. കൊച്ചുമിടുക്കികളും കൊച്ചുമിടുക്കന്മാരെയൊക്കെ അവസരം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് 3-ാം തീയതി നമ്മുടെ കലാമണ്ഡലം പ്രസന്ന റാങ്ക് ജേതാവാണ്. കലാമണ്ഡലത്തിലെ നടനശ്രീ എന്ന് പറഞ്ഞ നൃത്ത സംഗീത ചിത്രരചന വിദ്യാലയം നടത്തുന്നുണ്ട്. നിരവധി ശിഷ്യസമ്പത്തും നിരവധി അവാർഡുകളും ആദരവൊക്കെ ഏറ്റുവാങ്ങിയ പ്രസന്നയുടെ നേതൃത്വത്തിൽ 3-ാം തീയതി 7 മണിക്ക് ഇതേ അമ്പലപ്പറമ്പിൽ വെച്ചിട്ട് തന്നെ വലിയൊരു പരിപാടി, നല്ല ഒരു നടനശ്രീ നൃത്ത പരിപാടിയാണത്. ആ പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ ഒന്നുകൂടിയും പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ് അതിൽ പങ്കെടുക്കുന്നത്. അവിടെ തന്നെ നമ്മുടെ സ്ഥലത്തെ MLA അതിൽ പങ്കെടുക്കും, അവരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു പരിപാടിയാണ് ഞങ്ങൾ 3-ാം തീയതി പ്ലാൻ ചെയ്തിരിക്കുന്നത്. 4-ാം തീയതി ഞങ്ങളുടെ ചമയ പ്രദർശനം അന്ന് 5 മണിക്ക് ഉദ്ഘാടനം. സ്ഥലത്തെ MP ശ്രീ രാധാകൃഷ്ണൻ K രാധാകൃഷ്ണൻ ആണ് ആ ചമയ പ്രദർശനം ഉദ്ഘാടനം. അവിടെ വെച്ചിട്ട് തന്നെ നിയുക്ത ദേവസ്വം ബോർഡ് ചെയർമാൻ K രവീന്ദ്രേട്ടൻ, അദ്ദേഹത്തെ ഒന്ന് ആദരിക്കുന്ന പരിപാടിയും കൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 4-ാം തീയതി അങ്ങനെ ഒരു പരിപാടിയും ചമയ പ്രദർശനത്തിന് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ആൾക്കാരും അവിടെ എത്തിച്ചേരണം. നല്ല രീതിയിലുള്ള ഒരു ചമയ പ്രദർശനം, കുടമാറ്റത്തിന് നമ്മൾ പൂരം ദിവസം നടത്തുന്ന കുടമാറ്റത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ജനങ്ങളെ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് കൂടി അവരെ അടുപ്പിക്കുക, അവർക്കൊന്ന് കാണാൻ അവസരമൊരുക്കുക നാട്ടിലെ ആൾക്കാർക്ക് എന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂരം ദിവസം കാലത്ത് ഈ അമ്പലത്തിലെ ചടങ്ങുകളൊക്കെ നടക്കുകയും അവിടെ മറ്റ് പ്രസാദ വിതരണം കാര്യങ്ങളൊക്കെ കമ്മിറ്റി അവിടെ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിക്ക് ആന തടമ്പ് വെച്ച് ക്ഷേത്രത്തിൽ നിന്ന് വരും. 2 മണിക്ക് ഞങ്ങളുടെ പടിഞ്ഞാറ്റുമുറിയുടെ ചൊവ്വക്കാവിൽ നിന്ന് നമ്മുടെ കലാമണ്ഡലം ചന്ദ്രേട്ടൻ, പെരിങ്ങോട് ചന്ദ്രേട്ടൻ, ഫോക്കുലർ അക്കാദമിയുടെ നിർവാഹക സമിതി അംഗം, സംഗീത നാടക അക്കാദമിയുടെ കമ്മിറ്റി അംഗം, നിരവധി അവാർഡുകൾ ഏറ്റുവാങ്ങിയ, ആദരവും അവാർഡുകളൊക്കെ ഏറ്റുവാങ്ങിയ അവിടെ അതിഥി പ്രൊഫസറും കൂടിയാണ് ആൾ. ഇവിടെ കലാമണ്ഡലത്തിലെ പെരിങ്ങോട് ചന്ദ്രേട്ടൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു മേജർ സെറ്റ് പഞ്ചവാദ്യം 2:30 ഞങ്ങൾ ഇവിടുന്ന് ചുവക്കാവിൽ നിന്ന് എഴുന്നള്ളിപ്പായിട്ട് ഈ പഞ്ചവാദ്യം 3 ആനകളോടുകൂടിയാണ്. 3 ആന എന്ന് പറഞ്ഞാൽ നമ്മുടെ കുളക്കാടൻ ഗണപതി എന്ന് പറഞ്ഞ ആനയുടെ മുകളിലാണ് തടമ്പ് വെച്ചുകൊണ്ടാണ് 3 ആനയെ എഴുന്നള്ളിച്ചുകൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ആ ക്ഷേത്രത്തിൽ വെച്ചിട്ട് കുടമാറ്റം, മറ്റ് പാണ്ഡ്യമേളത്തോടു കൂടിയുള്ള കാവുകയറ്റം, അങ്ങനെയാണ് അവിടെ നമ്മൾ നടത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഗാനമേള, തിരുവനന്തപുരം നക്ഷത്ര ടീമിൻ്റെ ഗാനമേള. നിരവധി TV-കളിലൊക്കെ ചാനലുകളിൽ, പ്രശസ്ത ചാനലുകളിലൊക്കെ അവരെ കഴിവ് തെളിയിച്ച കലാകാരന്മാരാണ് ആ ഗാനമേളയിൽ പങ്കെടുക്കുന്നത്.
അപ്പോൾ ആ ഗാനമേളയിലും കാണാൻ എല്ലാവരും എത്തിച്ചേരണം അവിടെ. അപ്പോൾ ആ ഗാനമേള വളരെ നല്ല രീതിയിലുള്ള ഒരു കറക്റ്റ് സമയം ക്രമീകരിച്ചുകൊണ്ടാണ് നമ്മൾ പരിപാടികളൊക്കെ നടത്തുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം അതിലുണ്ടാവണം. 7 മണിക്ക് തന്നെ ഗാനമേള ആരംഭിക്കും. അത് കഴിഞ്ഞ് 11 മണിക്ക് ഞങ്ങൾ ഈ സെഞ്ച്വറി ബീഡ്സിൻ്റെ തമ്പോലം പരിപാടി വീണ്ടും ചൊവ്വക്കാവ് നിന്ന് ഞങ്ങളുടെ പടിഞ്ഞാറ്റുമുറി കേന്ദ്രമായ ചൊവ്വക്കാവ് നിന്ന് തമ്പോലം സെഞ്ച്വറി ബീഡ്സിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും രാത്രി 11 മണിക്ക് ഞങ്ങളവിടുന്ന് ആഘോഷമായിട്ട് അമ്പലത്തിലേക്ക് വരികയാണ്. ആ പരിപാടി അത് അവസാനിച്ച് ഒരു 1 മണിയോടുകൂടി 2 മണിയോടുകൂടി പരിപാടി അവസാനിച്ച് പുലർച്ചെ പൂരമുണ്ട്. പുലർച്ചെ പൂരം ഞങ്ങൾ വീണ്ടും 4 മണിക്ക് ചൊവ്വക്കാവിൽ നിന്ന് ചെണ്ടമേളത്തോടു കൂടിയിട്ടാണ് എഴുന്നള്ളിപ്പ്, മൂന്നാനി വെച്ചിട്ട്. 5:50 കാവ് കയറി 6 മണിക്ക് ഞങ്ങൾ പൂരം അവസാനിച്ച് വിട ചൊല്ലുന്ന പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് പരിപാടികളുടെ ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അങ്ങനെ നല്ല രീതിയിലുള്ള വർണ്ണവിസ്മയമായ പരിപാടികളാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നതും പ്ലാൻ ചെയ്തിരിക്കുന്നതും നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നതും. ഈ പരിപാടികളിലൊക്കെ ഈ നാട്ടിലെ പ്രിയപ്പെട്ട ആകെ ഈ പ്രദേശത്തുള്ള ഒരു ആനപ്പൂരാണത്. എല്ലാവരും പ്രദേശത്തേക്ക് അവിടേക്ക് നിങ്ങളെല്ലാവരും എത്തിച്ചേരണം. നിങ്ങളുടെ സാന്നിധ്യം, മഹനീയ സാന്നിധ്യം ഈ നാട്ടിലെല്ലാവരും ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.